യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ഫോർ മെൻ അവിടെ നടത്തിയ പരിശോധനയിൽ മുറികൾ ചവിട്ടിപ്പൊളിച്ച് നടത്തിയ പരിശോധനയിൽ 4 പാക്കറ്റിലായി 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുകയാണ്. അഷിൻഡിയാഗോ, ഇതുവരെ കണ്ടെത്തിയിരിക്കുന്നത് എത്ര മുറികളിൽ നിന്നാണ് ഈ കഞ്ചാവ് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്നത്? സുജിയ, നിലവിലിപ്പോൾ പൂട്ടിക്കിടന്ന മുറികളിൽ ചവിട്ടി തുറന്നാണ് പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഈ 4 പാക്കറ്റുകളിലായി ഉണ്ടായിരുന്ന 20 ഗ്രാം കഞ്ചാവും പിടിച്ചെടുത്തിട്ടുണ്ട്. മുറികൾ ഓരോന്നോരോന്നായി പരിശോധിച്ച് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ കഞ്ചാവ് പിടിച്ചെടുക്കുമ്പോൾ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നൊരു വിവരം കൂടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്തായാലും പരിശോധന തുടരുകയാണ്. എല്ലാ മുറികളിലേക്കും പരിശോധന നടക്കുന്നുണ്ട്. പൂട്ടിക്കിടക്കുന്ന മുറികൾ ചവിട്ടി തുറന്നാണ് ഇപ്പോൾ എക്സൈസ് സംഘം പരിശോധന നടത്തുന്നത്. ഏറ്റവും സുപ്രധാന വിവരം, 20 ഗ്രാം കഞ്ചാവാണ് ഇപ്പോൾ ഈ ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചെടുത്തിരിക്കുന്നത്. 4 പാക്കറ്റുകളിലായിരുന്നു കഞ്ചാവ് ഒളിപ്പിച്ചിരുന്നത് എന്നുള്ളതാണ് പുറത്തേക്ക് ലഭിക്കുന്ന വിവരം. ഈ സമയം ഹോസ്റ്റലിൽ ഈ മുറിയിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും പരിശോധന കൂടുതൽ മുറികളിലേക്ക് വ്യാപിപ്പിക്കുന്നു. കൂടുതൽ ഉദ്യോഗസ്ഥർ ഇവിടേക്ക് എത്തി പരിശോധനയിൽ പങ്കുചേരാൻ സാധ്യതയുണ്ട്. കൂടുതൽ വിദ്യാർത്ഥികളെയും ഇതുമായി സംബന്ധിച്ച് ചോദ്യം ചെയ്യാനുള്ള സാധ്യതയുമുണ്ട്. കാരണം എങ്ങനെയാണ് ഇത്രയും 20 ഗ്രാം കഞ്ചാവ് ഇതിനുള്ളിൽ വന്നത്, ആരാണ് കൊണ്ടുവന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. എത്ര ഗ്രാം കഞ്ചാവുകൾ ഇനിയും ഇത്തരത്തിൽ ഹോസ്റ്റലിലുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ അത് SFIയുടെ നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണ്. SFIയുടെ നിയന്ത്രണത്തിലെ ഒരു ഹോസ്റ്റലിൽ നിന്ന് തന്നെ ഏതാണ്ട് 20 ഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്തിരിക്കുന്നു. 4 പാക്കറ്റുകളിലായി ഒളിപ്പിച്ചു വെച്ചിരുന്ന നിലയിലായിരുന്നു ഇത്തരത്തിൽ ഈ കഞ്ചാവ് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. കൃത്യമായി എക്സൈസിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു പരിശോധനകൾ പുരോഗമിക്കുന്നത്. പോലീസ് അടക്കം അല്പസമയത്തിനകം തന്നെ ഇങ്ങോട്ടേക്ക് എത്തും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതും. ഈ വിവരം പറഞ്ഞ് കുറേ വിദ്യാർത്ഥികൾ ഈ എക്സൈസിന്റെ മിന്നൽ പരിശോധന വരുമ്പോൾ തന്നെ ഇവിടെ നിന്ന് കുറേ വിദ്യാർത്ഥികൾ പുറത്തേക്ക് പോയതായി നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. അവർക്ക് ഇത്തരത്തിൽ ഈ ഒരു കഞ്ചാവ്, ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന കഞ്ചാവുമായി എത്തിച്ചതിൽ എന്തെങ്കിലും പങ്കുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ സ്ഥിരീകരിക്കേണ്ടതുണ്ട്. എന്തായാലും എക്സൈസ് സംഘം പരിശോധന തുടരുകയാണ്. കഴിഞ്ഞ 1 മണിക്കൂറിലധികമായി ഇവിടെ പരിശോധന നടക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, പൂട്ടിക്കിടക്കുന്ന മുറികൾ ചവിട്ടി തുറന്നുകൊണ്ടാണ് ഈ പരിശോധന നടക്കുന്നത് എന്നുള്ളതാണ്. കൂടുതൽ മുറികളിൽ കഞ്ചാവ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ പരിശോധനയിൽ നിന്ന് നമുക്ക് വ്യക്തമാക്കാൻ മുകൾ നിലയിലൊക്കെ ഈ മുറികൾ അടഞ്ഞുകിടക്കുന്ന മുറികൾ ചവിട്ടിപ്പൊളിച്ച് പരിശോധന നടത്തുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ഒന്നുകിൽ വീട്ടിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റേക്ക് ഇന്നിപ്പോൾ കോളേജ് പ്രവൃത്തി ദിവസമാണോ? സുജി, ഈ ദിവസം തന്നെ തിരഞ്ഞെടുത്തതിൽ ഒരു പ്രത്യേകതയുണ്ട്. കാരണം ഈ പലരും റംസാൻ അവധിക്കൊക്കെ നാട്ടിലേക്ക് പോയി തിരിച്ചു വരുന്നതേ ഉണ്ടാകത്തുള്ളൂ. മാത്രമല്ല, ഇന്ന് പരിശോധന നടത്തിയാൽ പെട്ടെന്നുള്ള ഒരു പരിശോധന ആയതിനാൽ തന്നെ ഈ കഞ്ചാവുകൾ ഒളിപ്പിക്കാനുള്ള സമയം ഇവർക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഏറ്റവും കുറവുള്ള ഒരു സമയം നോക്കിയാണ് എക്സൈസ് ഈ പരിശോധനയിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇവർ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന സ്ഥലങ്ങളിൽ നിന്ന് തന്നെ കൃത്യമായി തന്നെ എക്സൈസ് സംഘം ഈ കഞ്ചാവുകൾ പുറത്തേക്ക് എടുക്കുന്നു എന്നുള്ളത് കൃത്യമായി വിവരം ഇവർക്ക് നേരത്തെ തന്നെ ലഭിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ് കൂടിയാണ് ഇത് കാണിക്കുന്നത്. എന്തായാലും എക്സൈസിന് മനസ്സിലാകുന്നത് കൂടുതൽ കഞ്ചാവ് ഒളിപ്പിച്ച ശേഖരം ഇതിനകത്തുണ്ട്. അത് പലയിടങ്ങളിലായി ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. പല വിദ്യാർത്ഥികളിൽ നിന്നായി ഈ ഒരു വിവരം എക്സൈസിന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. എന്തായാലും പരിശോധനകൾ തുടരുകയാണ്. വലിയ രീതിയിലുള്ള പരിശോധന തന്നെയാണ്. ഒരു മുറിയും തുറക്കാതെ എല്ലാ സ്ഥലങ്ങളും പരിശോധിച്ച് മുറിയുടെ മുക്കും മൂലയും പരിശോധിച്ചിട്ടുള്ള ഒരു പരിശോധനയാണ് ഇപ്പോൾ എക്സൈസിന്റെ നേതൃത്വത്തിൽ ഈ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നടക്കുന്നത്. സുജയ.